ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ തെറ്റായി കാണുന്ന രീതിയിലുള്ള ഒരു മതബോധത്തിന് അടിമയായി നമ്മൾ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. പക്ഷെ നമ്മുടെ ഉപനിഷത്ത് പാരമ്പര്യം എടുത്താൽ ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ ഋഷിയുടെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. ആ ഒരു അറിവ് ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അന്ധത മാറിപ്പോയിട്ട് ഉള്ളിലൊരു വെളിച്ചം വരും. അപ്പോഴാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കാറ്. നമ്മുടെ ആൾക്കാർക്ക് മാത്രം സമാധാനം ഉണ്ടാവണമെന്നാണ്. ആരാണീ നമ്മൾ? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഒരു വരം, എന്താണ് വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നാരായണഭ്രാന്തൻ പറഞ്ഞു എനിക്ക് വരമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ടല്ലോ അത് പറ്റില്ല, പ്രത്യക്ഷപ്പെട്ടാൽ വരം കൊടുത്തേ പോകാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിർബന്ധമാണെങ്കിൽ എൻ്റെ വലത്തെ കാലിലെ മന്ദയിടത്തെ കാലിലേക്ക് ആക്കി തന്നോളൂ എന്ന് പറയുന്നു. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സെൽഫ് റിയലൈസ് ചെയ്തതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പൊതുവെയുള്ള വിശ്വാസം ദൈവത്തിലല്ല, ബന്ധുക്കളിലും ബലത്തിലും ധനത്തിലുമാണ്. എനിക്ക് സ്വസ്ഥത തരാത്ത, എനിക്ക് ഈസിനസ് തരാത്ത, എനിക്ക് സമാധാനം തരാത്ത ഒരു വിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ചിന്ത ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ആചാരം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു അനുഷ്ഠാനം ഉണ്ടായിട്ട് എന്താ കാര്യം? നമസ്തേ, എല്ലാവർക്കും യതീഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഹൃദയത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും. എനിക്ക് അത്രത്തോളം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, ചിലപ്പോൾ ഒരു സുഹൃത്തായോ അല്ലെങ്കിൽ ഒരു ഒറ്റ കൂട്ടുകാരനായോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു ജ്യേഷ്ഠനായോ എനിക്ക് തോന്നുന്നല്ല, എനിക്ക് ഏറ്റവും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അധികം മുഖവരകളൊന്നും അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു വളരെ അസ്വാഭാവികമായൊരു ഒരു വേദി സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് വ്യക്തിയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഷൗക്കത്ത് ഖാൻ എന്ന് വിളിക്കുന്ന ശ്രീ നിത്യചൈതന്യാദിയുടെ ശിഷ്യഗണങ്ങളിലെ വളരെ ഞങ്ങളുടെ മനസ്സിൽ വളരെ പ്രഗത്ഭനായി കാണപ്പെടുന്ന ഷൗക്ക നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ക്ലാസ് എപ്പോഴും കേൾക്കുമ്പോൾ, ക്ലാസ് എന്നല്ല, അങ്ങയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും അതിൽ നാരായണീയ ദർശനത്തിൽ ഏറ്റവും ദൈവദശകം എപ്പോഴും അത് മനസ്സിൽ അങ്ങ് വെറുതെ ഇരിക്കുമ്പോഴും ചൊല്ലുന്നത് കേൾക്കാം. അത് എന്താ പറയുക, ഒരു മൂളിപ്പാട്ട് പോലും പാടുന്ന പോലെ പാടുന്നതും കേൾക്കാം. അപ്പോൾ നമുക്ക് അതിലൂടെ തുടങ്ങിയാലോ? കൊള്ളാം. എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ടൊരു നമുക്കൊരു തമ്പുരു പോലെ നമ്മുടെ ഉള്ളിലൊരു പശ്ചാത്തല സംഗീതം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം. എനിക്ക് ഏറ്റവും ആ പ്രാർത്ഥനയോട് അത്ര ഇഷ്ടം അതൊന്നും അർത്ഥിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിനോട് എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെട്ട് നടത്തിത്തരാൻ പറയുന്ന ഒരു പ്രാർത്ഥനയല്ല, നമ്മളെ ഒന്നുകൂടി ഒന്ന് ട്യൂണ്ടാക്കി തരും. നമ്മളുടെ വലിഞ്ഞു മുറുകി കിടക്കുന്ന ഇടങ്ങളൊക്കെ ഒന്ന് അയച്ച് ഒന്ന് ശാന്താക്കും. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ഒന്ന് ഹാർമോണിയസായി കിട്ടിയാൽ പിന്നെ അത് തനിയെ അങ്ങ് ശരിയായിക്കോളും. ഇപ്പം ശരിയാക്കാനുള്ള ഒരു സഹായം പുറത്തുനിന്നല്ല നമുക്ക് വേണ്ടത്, നമ്മളിൽ നിന്ന് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റുകൾ എവിടെയൊക്കെയോ തെറ്റിക്കിടക്കുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നം. ഇപ്പോൾ ഡിസീസ് എന്ന് പറയും. ഡിസീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈസിനെസ് നഷ്ടപ്പെട്ട അവസ്ഥ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ഈസിനെസ് എവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാതെ പനിയും തലവേദനയും വന്നാൽ മാത്രമല്ല നമ്മൾ രോഗിയായിട്ടിരിക്കുന്നത്. എപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഈസിനെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ രോഗികളാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഈസ് എന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് വരണമെങ്കിൽ നമ്മൾ തെറ്റിച്ചതൊക്കെ ശരിയാക്കണം. പലതരത്തിലുള്ള തെറ്റിക്കലുകൾ നമ്മൾ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ നാവിക സ്ഥാനത്ത് നമ്മളെയാണ് വെച്ചിട്ടുള്ളത്. ആണ് ആദ്യത്തെ തെറ്റിക്കൽ. ഞാൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. ഓക്കെയാണത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും
നമ്മുടെ താല്പര്യത്തിനനുസരിച്ചും നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ തെറ്റാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ താളത്തെ അത് തെറ്റിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ റിതം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എൻ്റെ താല്പര്യത്തിലും എൻ്റെ വിശ്വാസത്തിലും എൻ്റെ തീരുമാനത്തിലും എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ പണ്ട് ഗുരുനിത്യയുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ഗുരുവിന് ദിവസം പോയി നമസ്കരിക്കും. അപ്പോൾ ഒരു ദിവസം ഗുരു എന്നോട് ചോദിച്ചു, താൻ എന്തിനാണോ ദിവസവും വന്ന് എഗ്രിമെൻറ്റിൽ ഒപ്പ് വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എഗ്രിമെൻറ്റിൽ ഒപ്പ് വയ്ക്കുക? അതെ, താൻ എൻ്റെ കാൽക്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ കാലിൽ നീരുണ്ട്. അപ്പോൾ താനാണെങ്കിൽ തല കൊണ്ടുവന്നിട്ടാണ് അവിടെ വയ്ക്കുക. അപ്പോൾ താൻ തല അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വേദനയാണ്. അപ്പോൾ താൻ വരുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആളലാണ്. അപ്പോൾ അതുകൊണ്ട് നിന്നോട് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ഒരു ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളിതുവരെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ കാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ പടത്തിൻ്റെ മുകളിലൊരു പൂമാല വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, എന്തും ആയിക്കോട്ടെ, ഒരു മതപശ്ചാത്തലത്തിൽ വന്ന് ജനിച്ച ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മളിത് ചോദിക്കുന്നില്ല, അതെന്തിനാണിത് ചെയ്യുന്നത്? എന്തിനാണ് ഗുരുക്കന്മാരുടെ കാൽക്കൽ നമസ്കരിക്കുന്നത്? കാൽക്കൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അനുഗ്രഹം കെട്ടിവെച്ചിട്ടുണ്ടോ? അത് നമസ്കരിക്കുന്നതുകൊണ്ട് നമ്മളുടെ തലയിലേക്ക് എന്തെങ്കിലും അനുഗ്രഹം വരുമോ? നമ്മളിതൊരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ചോദിക്കുന്നത് എന്തോ തെറ്റുപോലെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ തെറ്റായി കാണുന്ന രീതിയിലുള്ള ഒരു മതബോധത്തിന് അടിമയായി നമ്മൾ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. പക്ഷെ നമ്മുടെ ഉപനിഷത്ത് പാരമ്പര്യം എടുത്താൽ ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ ഋഷിയുടെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുമുക്ഷു എന്ന്. ചുമ്മാ ആചാര്യൻ പറയുന്നത് അനുസരിക്കുന്ന ആളല്ല. സംവാദങ്ങളാണ് നടന്നിട്ടുള്ളത്. ഉപനിഷത്തിലെല്ലാം സംവാദങ്ങളാണ് നിരന്തരം നടക്കുന്നത്. തർക്കങ്ങളും സംവാദങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. അവരറിവ് എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു വെളിച്ചത്തിലേക്ക് എനിക്ക് പോകണം, അല്ലെങ്കിൽ സത്യത്തെ അറിയണം. അതിനെയാണ് സംവാദം എന്ന് പറയുക. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ടൊക്കെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ശരിയാണെന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ സംവദിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ തർക്കിക്കുന്നത്. പക്ഷെ ഒരു മുമുക്ഷു അങ്ങനെയല്ല. ഒരു മുമുക്ഷുവിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഒരു ഈസിനെസ് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് എവിടെയോ, അതൊന്നുകൂടി ഒന്ന് ഈസിനെസ്സിലേക്ക് വരണം. അതിന് എനിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയുണ്ട്? എൻ്റെ ദർശനത്തിൽ എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്നെ ഒന്ന് കറക്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ സ്വയം ചോദിക്കുകയും അതിനൊരു പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിച്ചു പോരുന്നതിനെ, ഞാൻ അസ്വസ്ഥനായിട്ടിരിക്കുന്നു, ദുഃഖിതനായിട്ടിരിക്കുന്നു, എന്നിട്ട് പറയണം എൻ്റെ വിശ്വാസമാണ് ഗംഭീരം. എന്ത് കാര്യം? എനിക്ക് സ്വസ്ഥത തരാത്ത, എനിക്ക് ഈസിനെസ് തരാത്ത, എനിക്ക് സമാധാനം തരാത്ത ഒരു വിശ്വാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ചിന്ത ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ആചാരം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു അനുഷ്ഠാനം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് സമാധാനം തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് സത്യത്തിൽ? ഇത് വേണോ വേണ്ടയോ എന്നുള്ളതല്ല, എന്തിനാണെന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരേണ്ടതുണ്ട്. അത്തരം ചോദ്യങ്ങൾ എനിക്ക് വളരെ ആഴത്തിൽ വരുത്തി തന്ന ഒരാളാണ് ഗുരുനിത്യ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഗുരു എന്ന് വിളിക്കുന്നത്. അതിലേറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ള, ആഴത്തിൽ തൊട്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു ചോദ്യം ഇതായിരുന്നു: താൻ എന്തിനാണ് എൻ്റെ കാൽക്കൽ നമസ്കരിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം? എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഗുരുവിൻ്റെ കാൽക്കൽ പോയി ദിവസം നമസ്കരിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നാണ്. ഇപ്പോൾ ഗുരു എന്നോട് ചോദിച്ചു, താൻ എൻ്റെ കാൽക്കൽ തല കൊണ്ടുവന്ന് വെക്കുമ്പോൾ പിന്നെ എത്ര ശരീരമുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു 2 ശരീരം. ഗുരു പറഞ്ഞു, ഇല്ല, ഒറ്റ ശരീരം. താൻ എൻ്റെ
തല എൻ്റെ കാലിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ എൻ്റെ തലയും തൻ്റെ കാലും ഒരു ബോഡിയായി. അപ്പോൾ താൻ എന്നോട് പറയണം, ഗുരു ഇത്രയും നാൾ എൻ്റെ തല പറയുന്നത് കേട്ടാണ് ഞാൻ ജീവിച്ചത്, അതെനിക്ക് സമാധാനം തന്നിട്ടില്ല. എൻ്റെ തല ശരിയെന്ന് തീരുമാനിച്ചിട്ടുള്ളതൊക്കെ ചെയ്ത് ജീവിച്ചപ്പോഴൊക്കെ എൻ്റെ താളം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ തല അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു. ഇനി അങ്ങയുടെ തല പറയുന്നത് പോലെ ഞാൻ എൻ്റെ പാദങ്ങളെ ചലിപ്പിച്ചുകൊള്ളാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗുരുവിൻ്റെ തലയ്ക്ക് എന്താ പ്രത്യേകത? എന്തിനാണ് ഞാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നത്? ഞാൻ നോക്കുമ്പോൾ നല്ല സമാധാനത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, നല്ല വെളിച്ചം, അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക്, വാക്കിന്, പ്രവൃത്തിക്കൊക്കെ നല്ല സമാധാനമുണ്ട്. കേട്ടിരിക്കുമ്പോൾ നല്ല സമാധാനം. അദ്ദേഹം എവിടെയും ഇടർച്ച ഉണ്ടാക്കുന്ന ഒന്നും പറയുന്നില്ല. മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യന് വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. എവിടെയൊക്കെ പിണക്കങ്ങളുണ്ടോ അവിടെയൊക്കെ എങ്ങനെ ഇണക്കമുണ്ടാക്കാം എന്ന് മാത്രം സംസാരിക്കുന്നു. തൻ്റെ ശരി സ്ഥാപിക്കുക എന്നതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. തൻ്റെ ശരി, അവൻ്റെ ശരി, മറ്റവൻ്റെ ശരി എന്ന് പറഞ്ഞ് ശരിയൊന്നുമില്ല. നമ്മളൊരു ശരിയിലായിരിക്കുമ്പോൾ എല്ലാം ഹാർമോണിയസ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ എല്ലാറ്റിനെ ഹാർമോണിയസ് ആക്കുന്നത് എന്തോ അതിന് പറയണ പേരാണ് ശരി എന്ന് പറയുന്നൊരു ഗുരു. അപ്പോൾ ആ ഗുരു എനിക്ക് കൊള്ളാം. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയൊക്കെ അത്ര എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഗുരുവിനെ നമ്മളടുത്തേക്ക് ചെല്ലുന്നത്. പിന്നെ ഒരു എഗ്രിമെൻ്റാണ്. ഇനി എൻ്റെ തല പറയുന്നതിന് ഞാൻ അധികം പ്രസക്തി കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അത് എന്നെ ഒരിക്കലും സമാധാനത്തിലേക്ക് എത്തിച്ചിട്ടില്ല. അങ്ങനെ ഗുരുവിൻ്റെ തല പറയുന്നത് കേട്ട് ഞാൻ സഞ്ചരിച്ചു കൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്, ഒരു ഇമോഷണൽ സ്പിരിച്വൽ എഗ്രിമെൻ്റാണ് ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിക്കുക. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ദിവസവും എൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ദിവസവും നീ എഗ്രിമെൻ്റ് തെറ്റിക്കുന്നുണ്ടെന്നാണ്. അല്ലാതെ ദിവസം നമസ്കരിക്കുന്ന ആൾ മികച്ച ആളല്ല. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കേണ്ടി വരും. കാരണം നമുക്കങ്ങനെ എപ്പോഴും നമ്മളുടെ സ്വഭാവത്തെ വിട്ട് ജീവിക്കാൻ കഴിയുന്നവരല്ല. ഇത് കേട്ടപ്പോൾ ഇത് തന്നൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം പോലെ ദൈവത്തെക്കുറിച്ച്, നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ദൈവസങ്കല്പത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണകളെ കുറച്ചും കൂടി സമഗ്രമായി, വിശാലമായി അവതരിപ്പിച്ച, മനസ്സിലാക്കി തന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് ദൈവദശകം ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഒന്ന് ചൊല്ലാം. ദൈവമേ, ദൈവമേ കാത്തുകൊൾകങ്ങ്, കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്ന്
ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ. അങ്ങു ഭഗവാനേ ജയിക്കുക, ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ, ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ശാന്തി ശാന്തി ശാന്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം. ആദ്യത്തെ ശ്ലോകം തന്നെ എടുത്താൽ ആദ്യത്തെ ഒരു തിരുത്തലാണ്. നമ്മളെ കാത്തുരക്ഷിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെയും നമ്മളുടെ ആശയങ്ങളെയും നമ്മളുടെ വിശ്വാസങ്ങളെയും നമുക്ക് ഉറപ്പ് ഫീൽ ചെയ്തിട്ടുള്ള. ഇപ്പോൾ പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ട് നാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം മാംസപിണ്ഡമായി വളർന്ന കാലത്ത് ആരാണ് നമ്മളെ സംരക്ഷിച്ചത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു, നമ്മളിപ്പോൾ നമ്മൾ സ്വയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ധനം, ബലം, ബന്ധുക്കൾ, നമുക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒരു സംഘമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന
വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ കൂട്ടമുണ്ട്, ജാതിയുടെ കൂട്ടമുണ്ട്, ദേശത്തിൻ്റെ കൂട്ടമുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള ബലമുണ്ട്, ആയുധങ്ങളുണ്ട്, പണമുണ്ട്, സ്വത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഇപ്പം മനുഷ്യന് ബന്ധുക്കളിൽ, ബലത്തിൽ, ധനത്തിൽ, ഇതിൽ മൂന്നിലാണ് അടിസ്ഥാനപരമായ വിശ്വാസം ഒരു ജീവി എന്ന നിലയിൽ. പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പ്രകൃതിയിൽ വിശ്വസിക്കുന്നു, ആത്മാവിൽ വിശ്വസിക്കുന്നു, ദേവിയിൽ വിശ്വസിക്കുന്നു, ശിവനിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിയലായിട്ടുള്ള വിശ്വാസം ഇതിലൊന്നുമല്ല. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലോ ഗുരുസന്നിധിയിലോ ചെന്നിട്ട് എന്താണ് മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ബന്ധുബലം കൂട്ടിത്തരണേ, ധനബലം കൂട്ടിത്തരണേ, അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് കൂട്ടിത്തരണേ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിൽ എന്നെ വിജയിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തൻ്റെ ഭൗതികമായിട്ടുള്ള സുഖലോലുപതകൾ വർദ്ധിപ്പിച്ച് തരാൻ ഒരു സപ്പോർട്ട് തേടിയിട്ടാണ് നമ്മൾ ചുറ്റും നടക്കുന്നത്. ദൈവത്തിലേക്കായാലും മനുഷ്യരിലേക്കായാലും ആരിലേക്കായാലും. എന്താണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിശ്വാസം ഇതൊക്കെ കൂടിയാൽ സമാധാനം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ പ്രയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുരു പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു കൃതി എഴുതുന്നത് തന്നെ നമ്മൾ ദൈവദശകം മനസ്സിലാക്കണമെങ്കിൽ അതിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം ഒരു അണ്ടവും ബീജവും കലർന്ന് ചേർന്ന് മാംസപിണ്ഡമായി രൂപപ്പെട്ട് ഇന്ദ്രിയങ്ങളൊക്കെ വന്ന് രൂപപ്പെട്ട് വരുന്ന 9 മാസക്കാലം എന്ന് പറയുന്നത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ കാലമാണ്. ആ ജീവൻ അവിടെ രൂപപ്പെട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അത്രയും സങ്കീർണമായൊരു വളർച്ചയാണ്. അവിടെ ഞാൻ രൂപപ്പെട്ടിട്ടുണ്ട്. ആ രൂപപ്പെട്ട് വളർന്ന സമയത്ത് ഒരു ബന്ധു എൻ്റെ കൂടെയില്ല, ഒരു സ്വത്തുമില്ല, ഞാൻ ശക്തനുമല്ല, ഞാനൊരർത്ഥത്തിൽ വളരെ ബലഹീനനാണ്, സങ്കീർണനാണ്. അപ്പോൾ അവിടെ ഞാൻ ഫോം ചെയ്ത് വന്ന് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു പ്രാണശക്തിയുണ്ട്, ഒരു പവറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ തൊണ്ടയിൽ ഒരു അസ്വസ്ഥത വരുന്നു, അത് ശരിയാക്കണം, അത് ഓക്കെ ആവുന്നു. കൃത്യമായിട്ട് എൻ്റെ നാവിലേക്ക് വാക്ക് വരുന്നുണ്ട്, എൻ്റെ വായിൽ ഉമിനീര് വരുന്നുണ്ട്, എൻ്റെ നാവ് പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുന്നില്ല, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിനൊന്നും ഒരു ബന്ധുക്കളും സഹായിച്ചാൽ പണം കൊണ്ടുണ്ടാവില്ല, ബലം കൊണ്ടുണ്ടാവില്ല. ഇത്രയും പ്രോസസ്സ് നടക്കുന്ന ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ 2 കാലിൽ നടക്കുമ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുന്നതിൻ്റെ ഒരു ബാലൻസിങ് എൻ്റെ തലച്ചോറ് എനിക്ക് തരുന്നത് എത്ര ബാലൻസ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എൻ്റെ ശരീരവും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ബന്ധുക്കളും ബലവും സ്വത്തും ഒന്നും പണമൊന്നുമല്ല ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കൾ വേണ്ട എന്നോ പണം വേണ്ട എന്നോ ബലം വേണ്ട എന്നോ അല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായ പല കാരണങ്ങളാലാണ് ഞാനിവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണുന്നില്ല എന്നുള്ളതിനെയാണ് അന്ധത എന്ന് പറയുന്നത്, അറിവില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരു ആ അറിവില്ലായ്മയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നത്, ബന്ധുക്കളില്ല, ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീടു ശംഭോ. ശിവനോടുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? എനിക്കൊരനുഗ്രഹം വേണം. എന്തനുഗ്രഹം വേണ്ട? എനിക്ക് കുറേ പണം വേണം, ബലം വേണം, ധനം വേണം, അതല്ല അനുഗ്രഹം വേണ്ടത്. ബന്ധുക്കളും ബലവും ധനവും ഒന്നുമില്ലാതിരുന്ന കാലത്ത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായി ഞാൻ ഇരുന്നിരുന്ന കാലത്ത് എന്നെ പരിപൂർണമായും പരിപാലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ശക്തി വിശേഷമുണ്ട്, ഒരറിവുണ്ട്, ഒരു വെളിച്ചമുണ്ട്.
അതിലേക്ക് എൻ്റെ ബോധത്തെ ഒന്ന് ഉണരാൻ എൻ്റെ അന്ധത മാറ്റി തരണേ ദൈവമേ. ഇതാണ് പ്രാർത്ഥന. അപ്പം നമ്മൾ നമ്മളെ ജീവിപ്പിക്കുന്നത് ബന്ധുക്കളാണ്, ബലമാണ്, ധനമാണെന്ന് കരുതുന്ന, ഇതൊക്കെ നമുക്ക് സഹായമാണ് എന്ന് കരുതുന്ന ഭാഗികമായ അറിവിനെ മാറ്റിയിട്ട് സമഗ്രമായൊരു അറിവ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ, എൻ്റെ അന്ധത മാറ്റി എൻ്റെ കണ്ണൊന്ന് തുറന്നു തരാൻ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതാണ് ദൈവദശകത്തിൽ തുടക്കത്തിൽ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. കാരണം ഞാനാണ് ഇത്രയും നാൾ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തെ ഒന്ന് സമാധാനമുള്ളതാക്കാൻ, ശാന്തിയുള്ളതാക്കാൻ ഞാൻ നിരന്തരം പ്രയത്നത്തിലാണ്. എന്താണ് പ്രയത്നം? എൻ്റെ സ്വത്ത് കൂട്ടിയിട്ടും പണം കൂട്ടിയിട്ടും ബന്ധുബലം കൂട്ടിയിട്ടും സംഘബലം കൂട്ടിയിട്ടും ഒക്കെ ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ശരിയാവില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലിരിക്കുന്ന ഒരു വെളിച്ചം, ഒരു ദൈവം, ആ ഒരു പ്രകാശം, ആ ഒരു പൊരുൾ, അതിനോട് ഞാൻ ചേർന്ന് നിന്നാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത ഉണ്ടാവൂ. അതുകൊണ്ട് നാവികന്നീ ഭവാബ്ദിക്ക്, ഈ സംസാര സാഗരം, എൻ്റെ ബോധത്തിൻ്റെ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള എൻ്റെ ബോധത്തിൽ ഒരു സമാധാനത്തോടെ എനിക്ക് കഴിയണമെങ്കിൽ ഞാൻ അവിടെ ഒരു തോണി ഇറക്കണം. ആ തോണിയിൽ ഒരു നാവികനെയും വെക്കണം. ഇപ്പം ആ തോണിയും നാവികനും ഞാനാണ്. അപ്പോൾ അവിടെ എനിക്ക് ദൈവമാകുന്ന നാവികനെ വെച്ച്, ദൈവമാകുന്ന തോണി വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ വ്യവഹാരത്തിലൊന്ന് സഞ്ചരിക്കാൻ. അതിന് എൻ്റെ തലയുടെ സ്ഥാനത്ത് ഗുരുവിൻ്റെ, ദൈവത്തിൻ്റെ തല ഞാൻ പ്രതിഷ്ഠിക്കണം. അത് എളുപ്പമുള്ള പണിയല്ല, നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പണിയാണ്. അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ, ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നാച്ചുറലായിട്ട് നമ്മളുടെ പക്ഷത്തെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇടപെടുക. നമ്മളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെടുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ നാവിക സ്ഥാനത്ത് നമ്മളിരിക്കുന്നു എന്നാണ്. എല്ലാവരുടെയും പക്ഷത്ത് നിന്ന് ഇടപെടുമ്പോഴാണ് അവിടെ ദൈവം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? എൻ്റെ ചിന്ത, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി ആർക്ക് വേണ്ടിയായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് സർവ്വപ്രപഞ്ചത്തിനും വേണ്ടിയായിരിക്കണം. അപ്പോൾ സർവ്വപ്രപഞ്ചത്തിനും വേണ്ടിയല്ലാത്ത ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരിക്കലും ദൈവികമല്ല. ആ ഒരു അറിവ് ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അന്ധത മാറിപ്പോയിട്ട് ഉള്ളിലൊരു വെളിച്ചം വരും. അപ്പോഴാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ പ്രാർത്ഥിക്കാറ്. നമ്മുടെ ആൾക്കാർക്ക് മാത്രം സമാധാനം ഉണ്ടാവണമെന്നാണ്. ആരാണീ നമ്മൾ? അപ്പോൾ ഈ ഒരു ദൈവീകതയെ തൊടുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ മാറ്റി നിർത്താൻ വേറൊരാളില്ല, ഒരു അന്യനില്ല. ദർ ഈസ് നോ അതർ എന്നാണ് രമണ മഹർഷി പറയുന്നത്. രമണ മഹർഷിയുടെ വാക്കാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രമണ മഹർഷി പറയണം, അതിന് മറ്റുള്ളവരില്ലല്ലോ. ദേസ് നോ അതർ ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് എന്നാണ് ഋഷി പറയുന്നത്. ഈശ്വരനാൽ അവാസിതമാണ് സർവം. സർവം എന്ന് പറഞ്ഞാൽ കേരളീയൻ, ഇന്ത്യക്കാരെന്ന് മാത്രമല്ല അർത്ഥം, അല്ലെങ്കിൽ മനുഷ്യന് മാത്രമല്ല അർത്ഥം, ഭൂമിന്ന് മാത്രമല്ല അർത്ഥം. സർവപ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന ഒരു ലക്ഷ്യത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും വരുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അല്ലാത്തതിനൊക്കെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ജൈവികമായി നൂറ്റാണ്ടുകളായി സാംസ്കാരികമായി നമ്മളെ ഭരിക്കുന്നത് പ്രാദേശികതയാണ്, സങ്കുചിതത്വമാണ്. അത് ഉണരുമ്പോൾ അപ്പം ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് സർവ്വപ്രപഞ്ചത്തിനും വേണ്ടി എന്നത് വരുന്നത് വരെ ഉണർന്നു വരുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകണം. അതിനെയാണ് നേതി എന്ന് പറയുന്നത്. അല്ലാതെ ഈ മൈക്ക് നോക്കിയിട്ട് ഇത് ദൈവമല്ല എന്ന് പറയാനല്ല പറയുന്നത്. എൻ്റെ ബോധം സങ്കുചിതമായൊരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഉടനെ ഞാൻ എന്നോട് പറയണം, ഷൗക്കത്ത് അല്ല, നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പാലുവായിക്കാരനാണ്. അപ്പോൾ ഉടനെ പറയണം അല്ല. അപ്പോൾ ഞാൻ പറയാം സോറി, ഞാൻ തൃശ്ശൂർക്കാരനാണ്, അല്ല. ഞാൻ കേരളീയനാണ്, അല്ല. ഞാൻ ഇന്ത്യക്കാരനാണ്, അല്ല. ഞാൻ ഏഷ്യക്കാരനാണ്, അല്ല. ഞാൻ ഭൂമിക്കാരനാണ്, അല്ല. ഞാൻ ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന ആളാണ്, അല്ല. പിന്നെ ആരാണ്? നീ പ്രപഞ്ചം തന്നെയാണ്. അപ്പം ഞാൻ ഈ പ്രപഞ്ചം തന്നെയാണ് എന്ന ഒരറിവിലേക്ക് എത്തുന്നത് വരെയുള്ള അറിവൊക്കെ ന്യായീകരിച്ചുറപ്പിക്കേണ്ടതല്ല, ചിന്തിച്ച് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്ത് ഈ സർവ്വപ്രപഞ്ചവും ഒരു പക്ഷിക്കൂട് പോലെയാണ് എന്നൊരറിവിലേക്ക് എത്തണം എന്നാണ് ഋഷി പറയുന്നത്. അപ്പം അതിന് താഴെ പറയുന്ന അറിവൊക്കെ അറിവില്ലായ്മയാണ്. ആ അന്ധത എനിക്ക് മാറ്റിക്കിട്ടണം എന്നാണ് പ്രാർത്ഥന.
അപ്പോഴാണ് എൻ്റെ ബോധത്തിൽ സ്വസ്ഥതയുണ്ടാവും. ഒരു ചെറിയൊരു കൂട്ടത്തിന് വേണ്ടി നടത്തുന്ന പ്രയത്നം ഒരിക്കലും സ്വസ്ഥത തരില്ല. അപ്പുറത്ത് ശത്രുവിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും അത് അപ്പോൾ അപ്പുറത്ത് ശത്രുവിനെ ഉണ്ടാക്കാതെ ഇരിക്കുന്ന, സർവവും മിത്രമാക്കുന്ന മൈത്രിയുടെ ഒരു വഴിയാണ് ദൈവികത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻതോണി നിൻപദം. ഈ സങ്കുചിതമായിട്ടുള്ള എൻ്റെ വാസന എൻ്റെ ബോധത്തിലുണ്ടാക്കുന്ന സങ്കുചിതമായിട്ടുള്ള ചിന്തകളിൽ നിന്ന്, സങ്കുചിതമായിട്ടുള്ള വാക്കുകളിൽ നിന്ന്, സങ്കുചിതമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് എന്നെ നിവർത്തിച്ച് വിശാലമായിട്ടുള്ള സർവർക്കും സമാധാനം നൽകുന്ന തരത്തിലുള്ള ഒരു ചിന്തയിലേക്കും വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും എന്നെ ഉണർത്തിക്കൊണ്ടുവരണമെങ്കിൽ എന്നെ അവിടുന്ന് മാറ്റി വെക്കണം. ഈ ഭക്തിക്ക് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു വ്യാഖ്യാനം, വ്യക്തിയുടെ അഭാവമാണ് ഭക്തി. വ്യക്തിഗതമായിട്ടുള്ള എന്നെ മാത്രം സെൻറ്ററാക്കി കൊണ്ടിട്ടുള്ള ഞങ്ങളെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം കേന്ദ്രമാക്കി കൊണ്ടിട്ടുള്ള ചിന്തകളൊക്കെ മാറുമ്പോഴാണ് ഭക്തി ഉണ്ടാവുക. അപ്പോൾ സമഷ്ടി ബോധത്തിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ അതിനുള്ള ഒരു വെളിച്ചം, ഒരു അറിവ് തരണേ എന്നാണ് നമ്മൾ ദൈവദശകം മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നതല്ല. ഒരു ഭാഗികമായ ചെറിയ അറിവിൽ നിന്ന് വിശാലമായിട്ടുള്ള സമഗ്രമായൊരു അറിവിലേക്ക് നമ്മളുടെ ബോധത്തെ വികസിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി താളം കണ്ടെത്താനുള്ള ഒരറിവാണ് ദൈവദശകം. ഞാൻ അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തെ മാത്രം പറഞ്ഞുള്ളൂ എന്ന് മാത്രം. ഇനി ഓരോന്നും അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ദൈവദശത്തിൽ മറ്റൊരു ശ്ലോകമുണ്ട്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നമ്മൾ ദൈവത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് മായയെ നീക്കി സായുജ്യം നൽകുന്നത് എന്തോ അതാണ് ദൈവം എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഗുരു പറയണത് മായയും ദൈവമാണ്, മായാവിയും ദൈവമാണ്, മായാവിനോദനും ദൈവമാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളിവിടെ വളരെ ശാന്തമായിട്ടിരുന്ന് ഇങ്ങനെ റെക്കോർഡിങ് നടക്കണം. നമ്മൾ താളത്തിലാണ്. താളത്തിൽ ഇങ്ങനെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഉടനെ താഴെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ട്രന്നൊരു ശബ്ദം. ഉടനെ നമ്മളൊന്ന് ചെറുതായിട്ട് റെസ്റ്റ്ലെസ് ആവുന്നു. പക്ഷെ ഉടനെ അദ്ദേഹം മെല്ലെ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുന്നു. അദ്ദേഹം പോയി അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അവരോട് പോയിട്ട് ദേഷ്യം പിടിക്കാനൊന്നല്ല പോയത്. വേണമെങ്കിൽ ദേഷ്യം പിടിക്കാം. പോയിട്ട് എന്താണ് സംഭവം? അപ്പോൾ അവർ പറഞ്ഞു, സോറി, ഇവിടെ AC ഫിറ്റ് ചെയ്യണം, കുറച്ച് സമയമുള്ളൂ, ഒരു 20 മിനിറ്റ് നമ്മളതിൻ്റെ ഉള്ളിൽ തീർക്കാം. അപ്പോൾ ആൾ വളരെ നമ്മളെടുത്ത് വന്നിട്ട് ചിരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഒരു 20 മിനിറ്റ് ക്ഷമിക്കണം, അവർ അവിടെ ഇങ്ങനെ ഒരു പണിയിലാണ്. അപ്പോൾ നമ്മളെന്ത് പറയണു, ഓക്കെ കുഴപ്പമില്ല, നമ്മളിവിടെ ഇരുന്നു, നമ്മൾ വേറെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നു. പിന്നെ അവൾ കുറച്ച് നേരം കഴിഞ്ഞ് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു 7 മിനിറ്റും കൂടി വേണം, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ സമയം എടുത്തോളൂ, കുഴപ്പമില്ല എന്നിട്ട് ആൾ പോകുന്നു. വീണ്ടും കുറച്ച് നേരം ഒരു ശബ്ദം കേൾക്കുന്നു, അത് നിൽക്കുന്നു, അദ്ദേഹം കയറി വരുന്നു, നമുക്ക് ഇപ്പോൾ ഓക്കെ ആയി, നമുക്ക് തുടങ്ങാമെന്ന് പറയുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്, നമ്മളൊരു താളത്തിലിരിക്കുന്ന സമയത്ത് ഒരു ട്രില്ലറിൻ്റെ ശബ്ദം കേൾക്കുന്നു, അതൊരു മായയാണ്. നമ്മുടെ താളം മുറിച്ചാൽ നമ്മൾ അസ്വസ്ഥരാകും, പൊട്ടിത്തെറിക്കും, നമ്മൾ മുഴുവൻ കലുഷമാക്കും. അപ്പോൾ ഗുരു പറയുന്നത്, നിങ്ങൾ മുമ്പിൽ താളത്തിലിരുന്ന നിങ്ങൾ താളം മുറിയുമ്പോൾ ആ താളം മുറിയുന്നതിന് കാരണമായതിനെ നിങ്ങൾ ശത്രുവായി കരുതണ്ട. അതും ദൈവം തന്നെയാണ്. അത് ദൈവം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ അവർക്കും കൂടി സമയം കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. കാരണം പ്രകൃതി എന്ന് പറയുന്നത് താളം മാത്രമല്ല, താളഭംഗം കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ താളത്തിൽ പെട്ടെന്ന് ആ ഒരു ട്രില്ലറിൻ്റെ ശബ്ദം കേൾക്കുന്നു, നമ്മൾ അസ്വസ്ഥരാകും. പെട്ടെന്നൊരു സെക്കൻഡ് അസ്വസ്ഥരായെങ്കിൽ നമ്മൾ ശാന്തമായി. കാരണം അന്വേഷിക്കാൻ പോയി, കൃത്യമായൊരു കാരണമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. ഇപ്പോൾ ഒരു മായ ഉണർന്നു, താളത്തെ മുറിച്ചൊരു മായ ഉണർന്നു. മായ ഉണർന്നാൽ പിന്നെ ഒരു മായാവി ഉടനെ അവിടെ വരും, നമ്മളിട്ട് കളിപ്പിക്കും. എന്തൊരു കഷ്ടമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം.
എന്നിട്ട് നമ്മളിട്ട് കളിപ്പിക്കും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് ഇത് തടസ്സപ്പെടുത്തുന്നൊക്കെ അറിയാം. നമ്മളതിനങ്ങ് കലുഷമാക്കി കൊണ്ടുപോകും. അതിന് പകരം നമ്മൾ ശാന്തമായിട്ട് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ താളം മുറിച്ച മായയും ആ സന്ദർഭത്തെ വ്യത്യസ്തമായ ലോകത്തിലേക്ക് കൊണ്ടുപോയ മായാവിയും നമ്മളിട്ട് കളിപ്പിച്ച മായാവിനോദനും ഒക്കെ ദൈവമാണ്. ഇപ്പം നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മളവരെ അനുവദിച്ചു, അവരവിടെ ഡ്രില്ലർ പണിയൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ഇത്തിരി വെയിറ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ ഇതിനെ മുഴുവൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. ഒന്ന് മാറി ഒന്നാവണം എന്നല്ല, നമ്മൾ അത് നിർത്തിയിട്ട് കഴിഞ്ഞ് സമാധാനിക്കുമെന്നല്ല, അവർക്കും നമ്മൾ സമയം കൊടുത്തു. പണ്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം, എന്താണ് വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ടല്ലോ, അത് പറ്റില്ല, പ്രത്യക്ഷപ്പെട്ടാൽ വരം കൊടുത്തേ പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ, നിർബന്ധമാണെങ്കിൽ എൻ്റെ വലത്തെ കാലിലെ മന്ത ഇടത്തെ കാലിലേക്ക് ആക്കി തന്നോളൂ എന്ന് പറയുന്നു. ഒരു വലിയ ദർശനമാണ്. ഒരു മന്ത് ഒരു പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയേക്കാം, പക്ഷെ മറ്റൊരു മന്ത് അവിടെ വന്നിരിക്കും. ഇപ്പം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ഒന്ന് മാറിപ്പോവും, പക്ഷെ മറ്റൊന്നവിടെ വരും. അപ്പം നമ്മുടെ മുമ്പിൽ എപ്പോഴും ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ താളത്തിലിരിക്കുക എന്ന് പറയുന്നത് തിരമാലയില്ലാത്ത കടൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണ്. തിരമാലകളോട് കൂടിയിരിക്കുന്ന കടലിനെ ആസ്വദിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. തിരമാലകളില്ലാത്തൊരു ബോധാവസ്ഥയിലെത്തലല്ല സ്പിരിച്വാലിറ്റി. അങ്ങനെ ഒന്നില്ല. പലപ്പോഴും നമ്മൾ ഓഫർ ചെയ്യുന്നത് അതാണ്. അപ്പോൾ മായയായിട്ടിരിക്കുന്നതും നമ്മളുടെ താളത്തെ ഇടയ്ക്ക് മുറിക്കുന്ന തരത്തിൽ പ്രകൃതി ഇടപെടുന്നതും അത് നമ്മളായിട്ട് കളിപ്പിക്കുന്നതും അവസാനം വീണ്ടും സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതും എല്ലാം ദൈവമാണ് എന്ന് അറിയലാണ് പ്രാർത്ഥന എന്നാണ് ഗുരു ദൈവദശകത്തിൽ പറയുന്നത്. അല്ലാതെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു അസ്വസ്ഥതയുമില്ലാത്ത തരത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ എനിക്ക് വരണേന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റായ പ്രാർത്ഥനയാണ്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആ പണിക്കാർക്ക് പണിയെടുക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടായാൽ കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. പ്രകൃതിയാണ്, ബോധപ്രകൃതമാണ് അസ്വസ്ഥമാവുക എന്നുള്ളത്. ബോധപ്രകൃതമാണ് ഒരു അസ്വസ്ഥതയും നിലനിർത്തില്ല എന്നത്. ഒരസ്വസ്ഥതയും നമുക്ക് നിലനിർത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ തനിയെ അത് പോയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു താളഭംഗമുണ്ടായാൽ കുറച്ച് സമയം കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ലാവോത്സൊക്കെ പറയുന്നത് ചളി ഊറുന്നത് വരെ കാത്തിരിക്കാൻ ആർക്ക് കഴിയും. അപ്പോൾ ചളി വരരുതേ, ഉണരരുതേ എന്നുള്ള പ്രാർത്ഥനയല്ല വേണ്ടത്. ബോധത്തിലിടയ്ക്ക് ചളിയൊക്കെ ഉണ്ടാവും, ഉണരും. അത് പോകുന്നത് വരെ സമാധാനത്തിൽ ഇടപെടാതെ കാത്തിരിക്കുക. ഇതിന് നമ്മുടെ ഋഷിമാർ പറഞ്ഞതാണ് സാക്ഷിയായിരിക്കുക, സാക്ഷിത്വേന വർത്തിക്കുക. സാക്ഷിത്വം ഇടപെടാതെ സമയം കൊടുക്കുക. അതങ്ങ് പോവും, വീണ്ടും നമ്മൾ താളത്തിലാവും. അപ്പോൾ താളത്തിൻ്റെ കൂടെ പോവുക. ഈ ഒരു പ്രാക്ടീസിനെയാണ് സാധന എന്ന് പറയുന്നത്. ആ സാധനയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു അറിവുണ്ടാവണം. അസ്വസ്ഥതകളൊന്നും ദൈവവിരുദ്ധമല്ല. അസ്വസ്ഥത ഉണ്ടാക്കുന്ന ലോകത്തെ നമ്മൾ സൃഷ്ടിക്കണമെന്നല്ല. അസ്വസ്ഥതകൾ വരും, വെയിറ്റ് ചെയ്യുക, താളത്തിലാവുമ്പോൾ അതിൻ്റെ കൂടെ ഇരിക്കുക. ഇതെല്ലാം കൂടി ചേർന്നാണ് ദൈവീകത എന്ന് പറയുന്നതെന്നുള്ള ഒരറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുകയാണ് ഗുരു. അതുകൊണ്ട് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അപ്പോൾ സായുജ്യം നൽകുന്ന ആര്യൻ മാത്രമല്ല ദൈവം. മായയായിട്ടിരിക്കുന്നതും മായാവിയായിട്ടിരിക്കുന്നതും നമ്മളിട്ട് കളിപ്പിക്കുന്ന വിനോദനായിട്ടിരിക്കുന്നതും ഈ മായൊക്കെ മാറ്റി സായുജ്യം നൽകുന്നതും ദൈവം തന്നെയാണ് എന്നുള്ളൊരു അറിവുണ്ടാകുന്ന ഒരു ബോധാവസ്ഥ അത് നമുക്കില്ല. നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനിക്കാൻ എഴുതിയിരിക്കുകയാണ്. ഈ ഒരു സെന്നിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്, സെന്നിൻ്റെ. ഇപ്പോൾ ഒരു സെന്നിലായിരിക്കുന്ന ബുദ്ധനായിരിക്കുന്ന ഒരാളും ബുദ്ധനാവാതിരിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ബുദ്ധനായിരിക്കുന്ന ഒരാൾ വെള്ളം കോരുകയും വിറക് വെട്ടുകയും മുറ്റടിക്കുകയും ചെയ്യുന്നു. ബുദ്ധനായ ഒരാളും വിറക് വെട്ടുകയും വെള്ളം കോരുകയും മുറ്റടിക്കുകയും ചെയ്യുന്നു. എന്താണ് വ്യത്യാസം? രണ്ടാളും ചെയ്യുന്ന പണിയാണ്.
ബുദ്ധനല്ലാത്തൊരാളുടെ മനസ്സെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കോരലും വിറക് വെട്ടലും മുറ്റടിക്കലൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ എന്ന് കരുതുന്ന ആൾക്ക് പറയുന്ന പേരാണ് ബുദ്ധനല്ലാത്ത ആൾ. ബുദ്ധനായ ഒരാളുടെ വ്യത്യാസം, അയാൾ വെള്ളം കോരലും വിറക് വെട്ടലും മുറ്റടിക്കലും തന്നെയാണ്, അതിൽ തന്നെ ആയിരിക്കലാണ് ബുദ്ധൻ. ഇത് കഴിഞ്ഞിട്ടൊരു മാറിയിരിക്കലില്ല. ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്ന് ചിന്തിക്കാതെ വെള്ളം കോരുമ്പോൾ വെള്ളം കോരിക്കൊണ്ടേയിരിക്കുക, മുറ്റടിക്കുമ്പോൾ മുറ്റടിച്ചുകൊണ്ടേയിരിക്കുക, വിറക് വെട്ടുമ്പോൾ വിറക് വെട്ടിക്കൊണ്ടേയിരിക്കുക, അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരുന്നുകൊണ്ടേയിരിക്കുക, ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുക എന്ന് ചിന്തിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ ആയിരിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ബുദ്ധൻ. ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഒതുക്കിയിട്ട് വേണം എനിക്കൊന്ന് മാറിയിരിക്കാനെന്ന് കരുതുന്ന ആൾക്ക് പറയുന്ന പേരാണ് ലൗകികൻ. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ആളും ഒരു ലൗകികനായിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരാൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മാറിയിരിക്കാൻ എന്ന് കരുതുന്ന ആൾക്ക് പറയുന്ന പേരാണ് ലൗകികൻ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്, ഇനി ഇത് കഴിഞ്ഞിട്ടൊന്നും വേറെ ഇരിക്കാനൊന്നുമില്ല എന്ന് അറിയുന്ന ആൾക്ക് പറയുന്ന പേരാണ് ആത്മീയൻ. അപ്പോൾ കാരണം അവർക്കറിയാം ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇരിക്കുന്നില്ല. ഈ വന്ന് ഭവിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് മുമ്പോട്ട് പോയി മായയായിട്ടിരിക്കുന്നതും മായാവിയായിട്ടിരിക്കുന്നതും മായാവിനോദനായിട്ടിരിക്കുന്നതും ഇനി ഇതൊക്കെ കഴിഞ്ഞ് മാറി സമാധാനമായിട്ടിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാറ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊക്കെ സ്വസ്ഥതയോടെ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ആരായിരിക്കുന്നുവോ അവർക്ക് പറയുന്ന പേരാണ് ഒരാൾ സ്പിരിച്വലായിട്ടുള്ള ആൾ. അയാളുടെ ലക്ഷണം, അയാൾക്ക് ധൃതി ഉണ്ടാവില്ല. നമുക്കെന്തുകൊണ്ടാണ് ധൃതി? കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് പോകാൻ. ഇയാൾക്കിത് കഴിഞ്ഞിട്ട് എവിടെയും പോകാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ മികച്ചൊരു കാര്യം ചെയ്യാനില്ല. അങ്ങനത്തെ ബോധത്തിലുള്ള ഒരാൾ ധൃതിയില്ലാത്ത ആളായിരിക്കും. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരാളുടെ ലക്ഷണം അയാൾ പരമാനന്ദത്തിലായിരിക്കുന്നു എന്നുള്ളതല്ല, അയാൾ സമാധാനത്തിലായിരിക്കും, അയാൾ ധൃതിയില്ലാത്ത ആളായിരിക്കും, അയാൾ ഈസിനെസ്സിലായിരിക്കും. അയാൾക്ക് ഒരു തിരക്കുമില്ല, വലിയ മിഷനൊന്നും ഇവിടെ പൂർത്തീകരിക്കാനില്ല, അവിടെ ഒരു ഭയങ്കരമായ പ്രയത്നം ചെയ്ത് എന്തൊക്കെയോ നേടിയെടുക്കാനുണ്ടൊന്നുമില്ല. അയാൾ ഇവിടെ എന്തായിരിക്കുന്നു, അതിൽ ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ താളം താനായിട്ട് മുറിക്കില്ല എന്ന് തീരുമാനിച്ച് ആ താളത്തിൻ്റെ ഭാഗമായി തൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ആ കഴിയുന്നത്ര താളം മുറിക്കാതെ ആ പ്രപഞ്ചത്തിനോട് ചേർന്നിരുന്ന് വളരെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന, ഒരു കാറ്റ് പോലെ ജീവിച്ചു പോകുന്ന, നമ്മൾ നോക്കൂ രമണ മഹർഷിയെയോ അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെയൊക്കെ നോക്കൂ, അവർക്ക് ഒരു ധൃതിയില്ലല്ലോ. അവർ ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്നൊന്നും തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് തോന്നണമെന്നില്ല. അവരായിരിക്കുന്നത് സ്വസ്ഥമായിട്ടിരിക്കുന്നു. പക്ഷേ അവരുടെ പ്രസൻസ് ഇറ്റ് സെൽഫ് വളരെ യൂണിവേഴ്സലാണ്. ഒരു രമണ മഹർഷിയുടെ ചിന്തയിൽ നിന്ന്, വാക്കിൽ നിന്ന്, പ്രവൃത്തിയിൽ നിന്ന് യൂണിവേഴ്സിനോട് ചേർന്ന് നിൽക്കാത്ത ഒന്നും നമുക്ക് കിട്ടില്ല. മഹർഷി സമാധിയാവണ സമയത്ത് അവസാനമായിട്ട് പറഞ്ഞ വാക്ക്, മഹർഷി സമാധിയാണ് തൊട്ടും ഒരു മയിൽ പറന്നു വന്നിട്ട് അവിടെ ഇരുന്നു കുറച്ച് മാറി. ആ മഹർഷി അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചു, മയിലിന് ഭക്ഷണം കൊടുത്തു എന്നാണ്. അത് കഴിഞ്ഞ് മഹർഷി സമാധിയാവണം. അപ്പോൾ ആ വന്ന് നിന്ന മയിലിന് ഭക്ഷണം കിട്ടിയോ എന്നുള്ളൊരു കരുതൽ, അതാണ് ലാസ്റ്റ് വേർഡ് മഹർഷിയുടെ. അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്നത് എന്താണ്? മനുഷ്യനിൽ മാത്രം ഉടക്കി ജീവിക്കുന്നവരാണ് നമ്മൾ കരുതൽ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ? മനുഷ്യർ. മഹർഷി ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു. കുറേ വലിയ കൂട്ടാൾക്കാരൊക്കെ ഉണ്ട്. പെട്ടെന്ന് മഹർഷീനെ കാണുന്നില്ല. കുറേ കഴിഞ്ഞ ആൾക്കാർ തപ്പിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ ചൊറി പിടിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു ചാവാലിപ്പട്ടി അതിനെ മടിയിലിരുത്തി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക. അത് മഹർഷിയുടെ മടിയിൽ കിടന്നങ്ങ് മരിക്കും. എന്നിട്ട് മഹർഷി അവിടെ മെല്ലെ അതിനെ മാറ്റി വെച്ചിട്ട് വന്നിരുന്നിട്ട് വീണ്ടും ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങും. നമ്മൾ നല്ല കാണാൻ ഭംഗിയുള്ള പട്ടീനൊക്കെ തലോടാറുണ്ട്. തൻ്റെ ചുറ്റുമുള്ള മനുഷ്യനുൾപ്പെടുന്ന ഏതൊരു ജീവിയും ഏത് തരത്തിലുള്ള വിഷമം അനുഭവിക്കുമ്പോഴും തന്നാലാവും വിധം അതിനോട് കരുതലായിട്ട് മാറുക, അതിനെ തലോടുക, അപ്പുറത്തതിന് ഭക്ഷണം കൊടുത്തോന്ന് ചോദിക്കുക. മനുഷ്യർക്ക് ഇപ്പോൾ മഹർഷിനെ അവിടെ സുഖമില്ലാതെ കിടക്കുന്ന
ആളുകൾക്ക് സ്വന്തം കൈകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് വാരി കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു കമ്പേഷൻ്റെ, കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു പ്രസരിക്കൽ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അവരൊന്നും ധൃതിപ്പെട്ടിട്ട് വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടല്ല ജീവിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ഋഷി പരമ്പര എന്ന് പറയുന്നത്. അത് മുഷ്ടി ചുരുട്ടി എന്തെങ്കിലും സ്ഥാപിക്കാനുള്ളതല്ല. അത് ചുറ്റുപാടിലേക്ക് കരുണയായിട്ട് ഒഴുകാനുള്ളതാണ്. അത് സ്വീകാര്യതയുടെ ഒരു ദർശനമാണ്. അതാണ് നമ്മുടെ മോഡൽ. അവർക്ക് ധൃതിയില്ല. അയ്യോ അതിനൊന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ വലിയ കാര്യങ്ങൾ എന്തോ ചെയ്യാനുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അവർക്കങ്ങനെ വലിയ കാര്യങ്ങളില്ല, കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ കാര്യവും ഒരുപോലെ മഹത്തമാണ് എന്ന് അല്ലാണ്ട് ധ്യാനിക്കാനിരിക്കലോ ജപിക്കലോ മന്ത്രം ചൊല്ലലോ മാത്രമല്ല. ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റും, തൊട്ട മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭത്തെയും അവർ നിസ്സാരമായിട്ട് കരുതിയിട്ടില്ല. ഒരു സന്ദർഭവും സംഭവമായിട്ടും കരുതിയിട്ടില്ല. എല്ലാം അവർക്ക് സാധാരണമായിരുന്നു. അസാധാരണത്വം എന്ന് പറയുന്ന ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം അവർക്ക് സാധാരണമാണ്. കാരണം എന്താ? എല്ലാം ഈശാവാസ്യമാണ്. അപ്പോൾ ആ ഒരു അവബോധത്തിലേക്ക് നമ്മളെത്തുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ സ്പിരിച്വാലിറ്റി എന്തൊക്കെ അച്ചീവ് ചെയ്യുന്നതായിട്ട് മാറി. പ്രത്യേകിച്ചൊന്നും അച്ചീവ് ചെയ്യാനില്ല, നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തവരാണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ആത്മസാക്ഷാത്കാരം എല്ലാവരും പറയാറുണ്ട്. ആത്മസാക്ഷാത്കൃതം ആയിരിക്കുന്നവരാണ് നമ്മൾ എന്ന അറിവാണ് വേണ്ടത് എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. ജീവൻ്റെ സാക്ഷാത്കാരമാണ് ജീവിതം. ഇനി നമ്മൾ സാക്ഷാത്കരിക്കണ്ട. ജീവൻ സാക്ഷാത്കരിച്ചതാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും എന്നും പറയുന്നത്. ഇനി അത് വൃത്തിയായിട്ട് ജീവിച്ചാൽ മതി. സാക്ഷാത്കരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാക്ഷാത്കരിച്ചതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ കണ്ണ്, ജീവൻ്റെ ഒരു സാക്ഷാത്കാരമാണ് കണ്ണ്. അപ്പോൾ ഇനി കണ്ണ് ഓൾറെഡി എൻലൈറ്റൻഡ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ കണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യുക. കണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? കണ്ണുകൊണ്ട് നല്ലത് കാണുക, അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കാണാതിരിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. കാതുകൊണ്ട് എന്താണ്? എനിക്ക് വെളിച്ചം തരുന്നത് കേൾക്കുക. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഞാൻ ഭദ്രമായതു മാത്രം കേൾക്കുമാറാവട്ടെ, ഭദ്രമായതു മാത്രം കാണുമാറാവട്ടെ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഈ സാക്ഷാത്കരിച്ച ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും കാലുഷ്യമേൽപ്പിക്കാതെ കൊണ്ട് നടക്കുന്ന പണി മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇതാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. അപ്പം നമ്മൾ എന്നിട്ട് ഇതിപ്പോൾ ശരിയല്ല, ഇത് അവിദ്യയാണ്, ഇനി ഇതിനൊന്ന് പൊളിച്ച് എഴുതിയിട്ട് വേണം എന്ന് കരുതി എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സെൽഫ് റിയലൈസ് ചെയ്തതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മാനിഫെസ്റ്റേഷൻ കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. ഗുരു പറയാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ അന്ധക്കരണമായിട്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന രീതിയിൽ അന്ധക്കരണമായിട്ടിരിക്കുന്നതും കരണവും ഇന്ദ്രിയവും പഞ്ചേന്ദ്രിയങ്ങളായിട്ടിരിക്കുന്നതും കളേബരം തൊട്ടറിയും, ഈ ശരീരം തൊട്ടറിയുന്ന പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമായിരിക്കുന്നതുമെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ, പരമമായിരിക്കുന്ന ആത്മാവിൻ്റെ ആ മഹാവെളിച്ചത്തിൻ്റെ തിരുശരീരങ്ങൾ തന്നെയാണ് എന്നറിഞ്ഞ് തെരഞ്ഞു മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇനി എന്ത് സാക്ഷാത്കരിക്കാനുള്ള? കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. അപ്പോൾ ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ തിരുവുരുവാണ്. ആ സെൽഫിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ടിരിക്കുന്ന അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും ശരീരവും ഒക്കെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഇനി നമ്മളൊന്നും സാക്ഷാത്കരിക്കാനില്ല. ആ റെസ്പെക്റ്റ് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളോടൊരു റെസ്പെക്റ്റും ഇല്ല. നമ്മളതിനെ സെൽഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ കണ്ണിലേക്ക് കാലുഷ്യമുള്ള കാഴ്ചകളെ കൊണ്ടുവരില്ല, കാതിലേക്ക് കാലുഷ്യമുള്ള കേൾവികളെ കൊണ്ടുവരില്ല, നാക്കുകൊണ്ട്
വിഭാഗീയതയുണ്ടാക്കുന്ന, സംഘർഷം ഉണ്ടാക്കുന്ന വാക്ക് പറയില്ല. മനസ്സുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വൈകാരികതകൾ പ്രകടിപ്പിക്കില്ല. വിഭാഗീയമായ ചിന്തകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ ഒരു സമ്യക്കായിട്ടുള്ള എല്ലാ പ്രപഞ്ചത്തെയും ഒന്നായി കാണുന്ന രീതിയിൽ എൻ്റെ ഈ സെൽഫിൻ്റെ മാനിഫെസ്റ്റേഷനെ വൃത്തിയിലും വെടുപ്പിലും ഞാൻ കൊണ്ടു നടക്കും. നമ്മളെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ, കുഞ്ഞുണ്ണി മാഷ് ഗുരുനിത്യനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ എന്നും എൻ്റെ നെഞ്ചിൽ കൊണ്ട് ചൂലോപനിഷത്ത് മറക്കില്ല. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയൊരു ഉപനിഷത്തുണ്ട്, ചൂലോപനിഷത്ത് എന്ന് പറയുന്നത്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഉണ്ടോന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതാണ് റിയൽ ഉപനിഷത്ത്. ഞാൻ വായിച്ചിട്ടുള്ള, സത്യം, എഴുതപ്പെടാത്ത കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഏറ്റവും മഹത്തായ ഉപനിഷത്താണ്. നമ്മുടെ ബോധത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്തും ഉള്ളിൽ നിന്ന് ഉണർന്നു വന്നാലും പുറത്തുനിന്ന് വന്നാലും ഉടനെ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കുക. എനിക്കും എൻ്റെ ചുറ്റുപാടിനും സമാധാനം തരുന്ന, വെളിച്ചം തരുന്ന അറിവ് അത് എവിടെ നിന്ന് വന്നാലും, അത് ആഫ്രിക്കയിൽ നിന്ന് വന്നാലും യൂറോപ്പിൽ നിന്ന് വന്നാലും ഇന്ത്യയിൽ നിന്ന് വന്നാലും ഇനി സൂര്യനിൽ നിന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും ആ വെളിച്ചം സർവ്വലോകത്തിനും സമാധാനം തരുന്നതാണെങ്കിൽ ചൂലുകൊണ്ട് അടിച്ചകത്താക്കുക. ഇതാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഉപനിഷത്ത് എന്നാണ് കുഞ്ഞുണ്ണി മാഷ്. അതാണ് റിയൽ സ്പിരിച്വാലിറ്റി. ആ ഉപനിഷത്ത് ഋഷിമാരുടെ, മഹാഗുരുക്കന്മാരുടെ വെളിച്ചം എന്ന് പറയുന്നത് അതാണ്. സത്യം. അത് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന പേരാണ് സാധന. നമ്മളങ്ങനല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മളത്രയും സങ്കുചിതമായിട്ടാണല്ലോ നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കാറുണ്ട്, അങ്ങനെ ഒരു വെളിച്ചം എനിക്ക് ഈ രീതിയിലുള്ളൊരു പേഴ്സ്പെക്റ്റീവ് എൻ്റെ ജീവിതത്തിലുണ്ടായത് ഗുരുനിത്യചൈതന്യയെ കണ്ടതിന് ശേഷമാണ്. ഗുരുനിത്യയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പരിശോധിച്ചപ്പോഴൊക്കെ മനസ്സിലായിട്ടുള്ളത്, ഗുരുനിത്യ വിദേശത്തൊക്കെ പോയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി, പല യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് പഠിപ്പിച്ച്, ഗുരുവിൻ്റെ ദർശനം, നാരായണ ഗുരുവിൻ്റെ ഉൾപ്പെടെയുള്ള ദർശനങ്ങൾ ലോകത്ത് പലയിടത്തും പോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഗുരുനിത്യക്കൊരു സ്വീകരണം കൊടുത്തു ശിവഗിരി സ്കൂളിൽ. അപ്പോൾ ലോകത്ത് മുഴുവൻ ഭാരതീയ ദർശനത്തെ, നാരായണ ഗുരുവിൻ്റെ ദർശനത്തെയൊക്കെ പ്രചരിപ്പിച്ച ഒരു സന്യാസി വര്യൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതിൻ്റെ മറുപടി പ്രസംഗത്തിൽ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ലോകത്ത് എവിടെയും പോയിട്ട് നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ ആകെ ചെയ്തത് എൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവരേത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് ജാതിയിൽപ്പെട്ടവരാണ്, ഏത് ദേശത്തിൽപ്പെട്ടവരാണ്, ഏത് ഭാഷ സംസാരിക്കുന്നവരാണ്, അവർ പണക്കാരാണോ പാവപ്പെട്ടവരാണോ വെളുത്തവരാണോ കറുത്തവരാണോ എന്നൊന്നും നോക്കാതെ ഇതെന്നെപ്പോലെ തന്നെ ആത്മാക്കളാണ് അവർ എന്ന് കരുതി അവരെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. അതിനുള്ള വെളിച്ചം എനിക്ക് തന്നത് ഗുരുവാണ്. അപ്പോൾ ഗുരുവിനോടുള്ള എൻ്റെ പ്രണയം അത് സ്വകാര്യമാണ്. ഞാൻ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടന്ന് പറയുകയല്ല ചെയ്തത്. യാതൊരു വിഭാഗീയതയില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഒരു യതി, നിത്യചൈതന്യ യതി. അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം, ആത്മകഥ, ഇപ്പോൾ യതിചരിതം എന്നുള്ള, ഇപ്പോൾ അത് ഗുരുനിത്യയുടെ ഒരു ജന്മശതാബ്ദിയാണ് ഇപ്പം നടക്കുന്നത്. ഗുരു ജനിച്ചിട്ട് 100 വർഷമായി. അപ്പോൾ 2004 യതിചരിത ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം അതൊരു ജന്മശതാബ്ദി പതിപ്പായിട്ട് ഒരു ഡീലക്സ് എഡിഷനായിട്ട് ഇറക്കുകയാണ്. ഒരു 808 പേജ് വരുന്ന ഒരു പുസ്തകം വലിയൊരു സൈസിലാണ് ഇറക്കുന്നത്. 32ഓളം പേജിൽ കളർ ഫോട്ടോസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡീലക്സ് എഡിഷനായിട്ട് ഇറക്കുക. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ആത്മീയ സങ്കല്പങ്ങളെ ഏറ്റവും ആധുനിക കാലത്തിനോട് ചേർന്ന രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഗുരുനിത്യചൈതന്യ യതി. അദ്ദേഹം ഏറ്റവും ആഴത്തിലുള്ള ഉപനിഷത്ത് ദർശനത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും ബാഹ്യമായിട്ട് നിന്ന് വേണമെങ്കിൽ പറയാവുന്ന കല, സാഹിത്യം, സംഗീതം, പാചകകല വരെ, ചിത്രകല, ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തെ സ്പർശിച്ച് നിൽക്കുന്ന എല്ലാ മേഖലകളിലെയും വെളിച്ചത്തെ സ്വീകരിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. എല്ലാം ഉണ്ടായിരുന്നു ഫെൺഹിൽ ഗുരുകുലത്തിൽ.
അപ്പോൾ അദ്ദേഹം യുക്തിവാദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആത്മീയം എന്ന് പറയുന്ന എല്ലാ ദർശനങ്ങളിലൂടെ, സൂഫിസം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിസ്റ്റിസിസം, ഇനി ഭാരതീയ ദാർശനിക ലോകം, അപ്പം അദ്ദേഹം കടന്നു പോവാത്തതായിട്ടുള്ള മേഖലകളില്ല. അപ്പം ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ദർശനങ്ങളെയും ജീവിച്ച് കടന്നുപോയ ഒരു 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഗുരുവിൻ്റെ ആത്മകഥയിൽ കാണാൻ പറ്റും. അതിൽ സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ഉപനിഷത്ത് ദർശനങ്ങളുണ്ട്, മനഃശാസ്ത്രമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, കൾച്ചറുണ്ട്, എവറിത്തിങ്. തമാശകളുണ്ട്, യാത്രകളുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു സരസമായി, എന്നാൽ വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ വളരെ സരസമായും ലാളിത്യമാർന്നും സ്വന്തം ജീവിതം ചെറിയ പ്രായം മുതൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് യതിചരിതം. അദ്ദേഹം അതിൽ അവസാനത്തിൽ യാത്രാമൊഴി ഉണ്ട്. ഗുരു അദ്ദേഹം സമാധിയാകുന്ന അന്ന് രാവിലെ അദ്ദേഹം ആർക്കും എഴുതിയൊരു കത്തുണ്ട്. ആ കത്ത് പിന്നീട് പത്രത്തിൽ അച്ചടിച്ചു വന്നു. ആ കത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ ജീവിച്ച ജീവിതത്തിൻ്റെ വെളിച്ചം നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇപ്പോൾ എനിക്ക് പേഴ്സണലി നമ്മളുടെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം വരുന്നൊരു ചിത്രം ഗുരുനിത്യയുടെ ചിത്രമാണ്, എൻ്റെ പരിചയവലയത്തിലുള്ള. അപ്പോൾ അത്രയും ഒരു സമ്പന്നമായ വെളിച്ചത്തോടെ ജീവിച്ച ഒരു ജീവിതം ജീവിച്ചതിൻ്റെ ഒരു സാക്ഷ്യപത്രം പോലെ അദ്ദേഹം എഴുതി വെച്ച കുറച്ച് വരികളുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ വായിച്ചിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാൻ വായിക്കും. അത് നമുക്കതിനൊരു ഒരു ആളുടെ എല്ലാ ലെറ്റേഴ്സും ആദ്യത്തെ ഒരു ലെറ്റർ ആദ്യം വായിക്കുന്ന ഒരു കത്ത് എപ്പോഴും ആളെ കയ്യക്ഷരത്തിൽ ഇത് അതിങ്ങനെ എഴുതിയ ഇത് പക്ഷെ വേറെ ആൾക്കൊണ്ട് എഴുതിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. ആരാണ് എഴുതി അയച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ അന്ന് കൈക്ക് സുഖമല്ല, ഒരു ആരെക്കൊണ്ടോ പറഞ്ഞ് എഴുതിപ്പിച്ചതായിരിക്കണം എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാനല്ല എഴുതിയിട്ടുള്ളത്, വേറെ ആരുമാണ്. അപ്പോൾ ആ കത്ത് ഇതാണ്: യാത്രാമൊഴി. നീണ്ട ഒരു കഥ തീരാറായി. എത്രയോ കഥകളും നോവലുകളും നാടകങ്ങളും ചെറുതും വലുതുമായ കവിതകളും ഓർമ്മകളും അയവിറക്കലുകളും അന്വേഷണ യാത്രകളുമൊക്കെ ആ നീണ്ട കഥ ഉൾക്കൊള്ളുന്നു. മിടിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഹൃദയം അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും സൗമ്യതയോടെയും ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ്. സ്നേഹം, അനുഭാവം, പോഷകാഹാരം, പരിസര ഭംഗി, ശ്രദ്ധയോടെ നൽകുന്ന ഔഷധങ്ങൾ, എനിക്കിതെല്ലാം കൃതജ്ഞതയോടെ ഓർക്കാൻ കഴിയുന്നു. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊന്നിനും ഒരു കുറവുമുണ്ടായിട്ടില്ല. ഒന്നാന്തരം ശൈശവ പരിചരണം കിട്ടി. മാതാപിതാക്കളും അധ്യാപകരും എനിക്ക് വഴികാട്ടിയത് തികഞ്ഞ ഉൾക്കാഴ്ചയോടെയായിരുന്നു. കൗമാര അന്ത്യവും യൗവനാരംഭവും എൻ്റെ കണ്ണുകൾ ഈ വിശാല ലോകത്തേക്ക് എന്നെ തെളിച്ചു. പിന്നീട് 24 കൊല്ലം എൻ്റെ അദ്വൈതിയായ ഗുരു എനിക്ക് മേൽത്തരം ശിക്ഷണമാണ് നൽകിയത്. 40 കൊല്ലക്കാലം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും സാക്ഷ്യപത്രങ്ങൾ പ്രയത്നം കൊണ്ട് വെളിവാക്കി. എൻ്റെ ഹൃദയരാഗങ്ങൾ ഒരു സത് കവിയുടെയും മനുഷ്യസ്നേഹിയായ കലാകാരൻ്റെയും സൗമ്യ വികാരങ്ങളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരൊറ്റ പരിഭവവുമില്ല, ഒരൊറ്റ പരാതിയുമില്ല. ഇന്നോളം എനിക്കെല്ലാം നന്മയാണ് ചൊരിഞ്ഞത്. ഒരു ഗംഗയുടെയോ നൈലിൻ്റെയോ മഹാപ്രവാഹം പോലെ കഴിഞ്ഞ 10-75 കൊല്ലത്തെ ജീവിതം ജീവിച്ചതിൻ്റെ കേടുപാടുകൾ ഇപ്പോഴും എൻ്റെ ഹൃദയം കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്നു. ജനനം മുതൽ എന്നോടൊപ്പമുള്ള ശരീരമെന്ന ഈ നല്ല കൂട്ടുകാരനെ ഇനിയും ഞാൻ പീഡിപ്പിക്കരുതല്ലോ. ചിറകുതുക്കാൻ നേരമായി. എല്ലാം തീർന്നല്ലേ തീരൂ. മാന്യമായി, അന്തസ്സോടെ, ഭംഗിയായി അവസാനിപ്പിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. നന്ദി മഹാപ്രഭോ, നന്ദി. അപ്പോൾ ഇത്രയും വെളിച്ചത്തോടെ, സൗമ്യതയോടെ, പ്രകാശത്തോടെ ജീവിച്ച ഒരാൾ എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക? വളരെ ഒരു മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പാരൻറ്റിങ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നൊരു വിഷയമാണ്. എങ്ങനെയായിരിക്കണം മാതാപിതാക്കളാവേണ്ടത് എന്നതിന് കൃത്യമായിട്ട് ഗുരുനിത്യയെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ഒരു അനുഭവ ലോകം നമുക്ക് ഈ യതിചരിതത്തിലുണ്ട്. പിന്നെ അദ്ദേഹം കണ്ടുമുട്ടാനിടയായിട്ടുള്ള ജീവിതത്തിൽ കണ്ടുമുട്ടാനായ ഗുരുക്കന്മാർ, ഡോക്ടർ GH മീസ് എന്ന് പറയുന്ന ഒരു ഗുരു,
ഹോളണ്ടുകാരനായിട്ടുള്ളൊരു ഗുരു, പിന്നെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർമാർ, നടരാജ ഗുരു, ഇങ്ങനെ പലതരത്തിലുള്ള രമണ മഹർഷിയെ കണ്ടുമുട്ടുന്നത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, പിന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിലുണ്ടായിട്ടുള്ള മാറ്റം, ഇങ്ങനെ പാശ്ചാത്യം പൗരസ്ത്യമായിട്ടുള്ള ജീവിതം, പിന്നെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെ ഒരു ലോകം, സൈക്കിക് ആൻഡ് സ്പിരിച്വൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിൽ നടത്തിയിരുന്ന ഒരു ആത്മീയമായിട്ടുള്ള മനുഷ്യൻ്റെ ബോധത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലൂടെയും ജീവിച്ച് കടന്നുപോയ ഒരാളുടെ ജീവിതം, അതിൻ്റെ ഇടയിൽ കലയും സാഹിത്യവും സംഗീതമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണമെന്ന് നമുക്ക് പറയാവുന്ന ഒരു സമഗ്രത തരുന്ന, അത് പക്ഷേ എന്നാൽ വളരെ സരസമായും എന്നാൽ വളരെ ആഴത്തിലൊക്കെ ഇങ്ങനെ കഥ വായിക്കുന്നത് പോലെ പറഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ പുസ്തകമാണെങ്കിലും നമുക്കതൊരു ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാവുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പുസ്തകമാണ് യതിചരിതം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ഏപ്രിൽ 27 അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പുസ്തകമായിട്ട് ഇറക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും തൃപ്തി തന്നിട്ടുള്ള അത് കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതിൻ്റെ എല്ലാ പണികളും, അതിൻ്റെ ലേഔട്ടും ഡിസൈനും അതിൻ്റെ എവറിത്തിങ്, നമ്മൾ തിരക്കഥ സംഭാഷണ സംവിധാനം എന്ന് പറയുന്ന പോലെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധന്യതയുണ്ട്, ഒരു ഗുരുത്വമുണ്ട്, ആ ഒരു സമാധാനമൊക്കെ ഉണ്ട്. നല്ല സുഖം അത്.